എന്ത് പറ്റി ചക്കിമോളെ? എന്നോടൊന്നും മിണ്ടണ്ട. മായമേട് ഞാനും മിണ്ടൂല. എന്താ മോളെ? മായം എന്നെ കൂടാതെ എവിടാ പോയേ? ഓ, അതാണോ കാര്യം? വാ. മായമ്മ ആശുപത്രി പോയി. എന്തിനാ ആശുപത്രി പോയത്? അതോ, അത് ചോദിച്ചത് കേട്ടില്ലേ? ആൻസർ പറയൂ. അത് ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കാൻ. എന്താ അസുഖം? കുഞ്ഞെ, പരിശോധന കഴിഞ്ഞു. കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എനിക്കിതൊക്കെ ഒറ്റ നോട്ടത്തിലറിയാം. എന്തറിയാം? ഞാൻ പറഞ്ഞു തരാം. ചക്കിമോക്ക് ഒരു അനിയൻ കുഞ്ഞുവാ വരാൻ പോന്നു. കുഞ്ഞാവയോ? എവിടെ കുഞ്ഞാവാ? കാണിച്ചതാ? ദാ ഇവിടെ ഉണ്ട്. എനിക്ക് ഇപ്പൊ കാണണം. മോക്ക് 8 മാസം കഴിയുമ്പോ കുഞ്ഞുവാവെ കാണാം. അവനെന്നെ എന്ത് വിളിക്കും? ചക്കിന്ന് വിളിച്ചാ ഞാൻ തല്ലു. അവൻ മോളെ അക്കച്ചീന്ന് വിളിക്കും. അക്കച്ചിയോ? ഞാൻ അക്കച്ചി, അവ കുഞ്ഞുവാവ. അക്കച്ചിയുടെ കുഞ്ഞുവാവ. 8 മാസം എപ്പാവും? അതൊക്കെ ഉടനെ ആകുന്നേ. മോള് കാത്തിരുന്നു. വാ ഡാഡി. കുഞ്ഞാവെവിടെ? ദേ, മോക്ക് കുഞ്ഞുവാവെ ഇഷ്ടപ്പെട്ടോ? എനിക്കത് വേണ്ട. അതെന്താ മോളെ? അത് ചീത്തിയാ. കാണാൻ ഒരു ശൈലില്ല. അവൻ പട്ടിക്കുഞ്ഞിനെ പോലെ ഉണ്ട്. പണ്ട് ചക്കിമോളും ഇങ്ങനെയായിരുന്നത്. ഞാനിങ്ങനെ പട്ടിക്കുഞ്ഞല്ലായിരുന്നു. അല്ല, കുഞ്ഞുവാവയെ കാണാൻ തിടുക്കം കൂട്ടിയാൽ ഇവിടെ വന്നിരിക്കുക. കുഞ്ഞുവാവയെ നമുക്ക് കൊണ്ടുപോണ്ടേ? വേണ്ട ഡാഡി, നമുക്ക് അവനെ വേണ്ട. അതെന്താ മോളെ? അവൻ ഒരു ശൈലും ഇല്ല. കുറച്ചു നാൾ കഴിയുമ്പോ അവനും മുളപ്പൊലിശയിൽ വരും. മേനോൻ മുതലാളി എന്നെ ഒരു കുടുംബാംഗമായിട്ടാണ് കാണുന്നത്. അതിപ്പോ വിശേഷിച്ച് പറയാൻ എന്തുണ്ടായി മിസ്റ്റർ പിള്ളേ? കാരണമുണ്ട്. ഇന്ന് എനിക്ക് മുതലാളിയുടെ ഒരു പേഴ്സണൽ കത്തുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് പറയണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ സാറിപ്പോ എവിടെ താമസിക്കുന്നു പറയാത്തതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല. ഓഫീസ് കാര്യങ്ങൾ വീട്ടിൽ വന്ന് സംസാരിക്കണമെന്നില്ലല്ലോ. ആ മിസ്റ്റർ പിള്ള കത്തിന്റെ കാര്യം പറഞ്ഞില്ല. അതായത് സാർ ഒരു പുനർവിവാഹം നടത്തണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. സാറിന്റെ ചിരിച്ചു കളഞ്ഞ്. അല്ല, ഫലിതം കേട്ടാ ചിരി വരില്ലേ? കല്യാണക്കാര്യം ഫലിതമാണോ സാർ? എനിക്ക് പകരാണ്. സാർ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തേക്കും. സ്വീറ്റ്. എന്താ വിശേഷിച്ച്? ജന്മദിനമാണ്. ആരുടെ? എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ. ആ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തെ കുറിച്ച് സാറൊന്നും പറഞ്ഞില്ല. എന്റെ കല്യാണക്കാരുമല്ലേ? അതെ, അത് തന്നെ. എനിക്കൊരു മറുപടി ഇടണമല്ലോ. അതേക്കുറിച്ചൊന്നും സംസാരിക്കണമെന്നില്ല. ഇനി എനിക്കൊരു വിവാഹം വേണമെന്ന് ലക്ഷണം പിള്ളേ. ഓക്കെ സാർ. സ്വീറ്റ്സ് സാർ, സ്വീറ്റ്സ്. അത്ര വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത്ര കഴിക്കണ്ട. ഒന്നും കഴിച്ചിട്ടില്ല. ഹലോ, ഇഷ്ടമാണ്. സ്വീറ്റ്സ്. താങ്ക് യു. വെരി ഗുഡ്. പിന്നെ വീട് എവിടെയാണെന്ന് പറഞ്ഞേ? മറന്നുപോയി. ഞാനൊന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ മറന്നിട്ടാ, അതുകൊണ്ടാ. എന്നെ ഇഷ്ടമാണ്. അല്ല, പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് പിന്നെ അത് മതി. കഴിച്ചോ കഴിച്ചോ. ബസ് സ്റ്റാൻഡിൽ കാത്തിക്കാം. ഡ്രൈവർമാരോടെ പോകരുത്, നാട്ടിൽ മുഴുവൻ പിള്ളേരാവണം. വെള്ളത്തിൽ ആന അടിക്കല്ലേ കേട്ടോ. കഴിച്ചോ. എന്റെ നമ്പർ ഓർമ്മയുണ്ടല്ലോ, ബെൻസ് വണ്ടിയുടെ. നടക്കരുത്, ഞാൻ അവിടെ കാത്തിക്കും കേട്ടോ. ഇഷ്ടമാണ്.
ഇത് കണ്ടോ? ആ സിസ്റ്ററോ? നിന്നെ കണ്ടോണ്ടാ ഞാൻ ഇങ്ങോട്ട് കയറിയത്. വീട്ടിലേക്ക് വരണമെന്നുണ്ടായിരുന്നു, തീരെ സമയം കിട്ടിയില്ല. ഹോസ്പിറ്റലിൽ എന്തുണ്ട് വിശേഷം? ആ, ഡോക്ടർ തോമസ് മാത്യു അമേരിക്കയിലേക്ക് പോയി. ഞാൻ അറിഞ്ഞു, പ്രശാന്തേട്ടൻ പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നാളത്തേക്ക് ലീവ് എടുത്തിരിക്കുക. എന്തിനാ സിസ്റ്റർ? പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് പോവുക. ഹസ്ബൻഡ് ഇപ്പോഴും കൽക്കട്ടയിലല്ലേ? അതെ, കുറച്ചുനാൾ അവിടെ കഴിയാനാ ഉദ്ദേശിക്കുന്നത്. ആ, ചക്കയ്ക്ക് മോന് സുഖമല്ലേ? ആ, പ്രശാന്ത് സാറിന്റെ വീട്ടുകാർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആ, ഞാൻ പോട്ടെ, അല്പം തിരക്കുണ്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണാം. ശരി. മോനെ, ദേ അക്കച്ചി. അക്കച്ചി കുഞ്ഞാവയോട് നോക്ക്, മൊട്ട മൊട്ട. മാമേ, കുഞ്ഞാവ എന്റെ മടി കിടത്തു മാമേ. വേണ്ട മോളെ, അവൻ മൂത്രമൊഴിക്കും. എന്റെ മടി കിടത്തുന്നേ. ദേ, ഇവിടെ ഇവിടെ. കുഞ്ഞാവേ, വീട് പിടിച്ചു. കുഞ്ഞുവാവേ, പൊന്നുവാവേ, അക്കച്ചീടെ കുഞ്ഞുവാവേ. 5 സ്റ്റാർ ചോക്ലേറ്റ്, കാഡ്ബറി ചോക്ലേറ്റ്, ഐസ്ക്രീം, പോപ്പിൻ. കണ്ടോ മാമേ? കണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. കൊച്ചു കള്ള, നീ അക്കച്ചിയെ കുളിപ്പിച്ചല്ലോടാ. മോള് പോയി പാറമ്മയോട് മേലെ എഴുതി തരാൻ പറ. ചെല്ല്. ആ. മോനെ, ചെല്ലു മോളെ. ആ. തു, 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 തു.